മൂന്നാമത്തെ തവസ്സുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിച്ചിരിപ്പുള്ള നമുക്ക് തോന്നുന്ന ഒരു ദീനിയായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ സ്വാലിഹായിട്ടുള്ള ഒരാളടുത്ത് പോയിട്ട് നമുക്ക് പറയാം എന്ത്, നിങ്ങൾ എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് ഈ എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാലിഹായ ഒരാൾ, ഉദാഹരണത്തിന് ഒരു പണ്ഡിതനോ അതല്ലെങ്കിൽ ഒരു ദീൻ പഠിക്കുന്ന വ്യക്തി, അതല്ലെങ്കിൽ നല്ല ദീനിയായിട്ടുള്ള ഒരാൾ, നമുക്ക് തോന്നുന്ന നല്ല ദീനിയായിട്ടുള്ള ഒരാൾ. ഇതിന് തെളിവ് എവിടെയാണ്? സഹീഹ് ബുഖാരിയിൽ പോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ അവരുടെ സമയത്ത് ഇതുപോലെ വരൾച്ച ഉള്ള സമയങ്ങളിൽ അതല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത സമയങ്ങളിൽ അവർ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് സ്വാലിഹായ അല്ലെങ്കിൽ വളരെ വലിയ സ്ഥാനമുള്ള ഒരാളായിരുന്നു അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലാപ്പ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് പോയിട്ട് പറയാറുണ്ടായിരുന്നു, അൽ അബ്ബാസ്, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് മഴയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സ്വന്തം ദുആ ചെയ്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ അല്ലാഹ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നബിയോടായിരുന്നു നിന്നോട് ദുആ ചെയ്യാൻ പറയാറ് മഴയ്ക്ക് വേണ്ടി. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് നബിയില്ല. പക്ഷെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായ അബ്ബാസ് അദ്ദേഹത്തിനടുത്ത് ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിക്കണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആ ദുആ അള്ളാഹു സ്വീകരിക്കുകയും മഴ കിട്ടാറുണ്ടായിരുന്നു. എന്താ നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടുന്ന തെളിവുകൾ? ഒന്ന്, ആ സമയത്ത് വളരെ സ്ഥാനമുള്ള വളരെ ദീനിയായിട്ടുള്ള അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പുള്ള ഒരാളടുത്ത് പോയിട്ട്, ജീവിച്ചിരിക്കുന്ന ഒരാളടുത്ത് പോയിട്ട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിന് ദുആ ചെയ്യാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ എന്താണ്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഉണ്ടായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? നബീൻ്റെ അടുത്ത് പോയിട്ട് നബിയെ, നിങ്ങൾ അള്ളാഹുവിനോട് പറയുക, അതല്ലെങ്കിൽ നബിയെ ഞങ്ങൾക്ക് മഴ തരണമേ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് മഴ തരാൻ പറയണമേ എന്നൊന്നും പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എന്താണ് അത് ശരിക്കായിരുന്നെന്ന്. അതുപോലെ തന്നെ വേറൊരു തെളിവ് എന്താണ്, അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു നബിയുടെ ഹക്കും ജാം ബർക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണമേ എന്നും പറഞ്ഞില്ല. കണ്ട, ഇതിനൊക്കെ എന്താണ്, ഒരു തെളിവില്ലാത്തതാണ് എന്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ ബദരീങ്ങളുടെ പേര് പറഞ്ഞു, മൊയ്തീൻ ഷെയ്ഖിന്റെ ഹക്കും ബർക്കത്തുണ്ട് അള്ളാഹുവിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബിദ്അത്ത് ചെയ്യുന്നത് എന്താണ്? ഒരു തെളിവില്ല. അങ്ങനെ തെളിവുണ്ടായിരുന്നെങ്കിൽ സുന്നത്തിലുണ്ടായേനെ. ഇനി തവസ്സുൽ ശിർക്ക് വരുന്ന ഒരു കാര്യമുണ്ട്.